കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ സമാധാനത്തിനുള്ള സമ്മാനം നൽകാറുണ്ട്. ഇത്തവണ അത് നൽകിയിരിക്കുന്നത് ജോർജ് സോറോസിന്റെ സുഹൃത്തായിട്ടുള്ള മുൻ ചിലി പ്രസിഡന്റിനാണ്. ഇതിന് പിന്നിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയമുണ്ടോ? ഉണ്ടല്ലോ. അതായത് രാഷ്ട്രീയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കശ്മീർ വിഘടനവാദികൾക്ക് ഫണ്ട് കൊടുക്കുന്ന ആളാണ് ജോർജ് സോറോസ്. ഹംഗറിയിൽ നിന്നുള്ള ജൂതനാണ്, അമേരിക്കയിലാണ് താമസം. വലിയ ഈ ഹെഡ്ജ് ഇൻവെസ്റ്റ്മെന്റ് ഓഹരികളിലൊക്കെ നിക്ഷേപമൊക്കെ ഒരു പ്രത്യേക തരം കൗശലത്തോടുകൂടി നിക്ഷേപം നടത്തുന്ന ഒരാളാണ് ജോർജ് സോറോസ്. പല രാജ്യങ്ങളിലും അട്ടിമറിക്ക് പൈസയൊക്കെ മുടക്കിയിട്ടുണ്ട്. കാരണം അയാൾക്ക് ഈ ദേശീയത എന്ന് പറഞ്ഞ സംഭവം ഇഷ്ടമല്ല. ഇത്തരം വിഘടനവാദങ്ങളൊക്കെയാണ് അയാൾക്ക് താല്പര്യം. അപ്പോൾ ഇവര് ഈ വക താല്പര്യങ്ങളുണ്ടല്ലോ, കശ്മീരിലെ വിഘടനവാദത്തിനെ അനുകൂലിച്ചിട്ടുണ്ട്. ചിലിയുടെ പ്രസിഡന്റ് ആയിരുന്ന മിഷേൽ ബാക്ലെറ്റ് എന്ന് പറഞ്ഞ സ്ത്രീക്കാണ് ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം സോണിയാഗാന്ധി കൊടുത്തിരിക്കുന്നത്. ഇവര് UN ഹ്യൂമൻ റൈറ്റ്സ് മുൻ മേധാവിയുമായിരുന്നു, മനുഷ്യാവകാശ സമിതി, ഐക്യരാഷ്ട്രസഭയുടെ. അപ്പോൾ ഇവര് UN മനുഷ്യാവകാശ സമിതി മേധാവി എന്നുള്ള നിലയ്ക്കും കശ്മീരിലെ വിഘടനവാദത്തിന് തുണച്ചിട്ടുണ്ട്. അവിടെ ഇന്ത്യ മനുഷ്യാവകാശ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് ഇവർ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഈ സ്ത്രീ, ആ സ്ത്രീയെ തെരഞ്ഞുപിടിച്ചിട്ടാണ് സോണിയാഗാന്ധി ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം കൊടുത്തിരിക്കുന്നത്. ഈ സ്ത്രീയുടെ പ്രത്യേകത എന്താ അറിയോ? 2009 ഇവർ ചിലി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അവിടെ ജോർജ് സോറോസിനെ ക്ഷണിച്ചു വരുത്തി. ജോർജ് സോറോസിന് ചിലിയുടെ ഏറ്റവും വലിയ പുരസ്കാരം സിവിലിയൻ ബഹുമതി കൊടുത്തു. അതായത് സോറോസിന് ബെർണാഡോ ഓർഡർ ഓഫ് മെറിറ്റ്, അതാണ് ചിലിയുടെ ഏറ്റവും വലിയ സമ്മാനം. ഫ്രാൻസിൽ ഷെവലിയർ എന്നൊക്കെ പറഞ്ഞു കൊടുക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ ചിലിയുടെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി 2009 ജോർജ് സോറോസിന് കൊടുത്ത മഹിളയാണ് ഇത്, ഈ മിഷേൽ ബാക്ലെറ്റ്. ഇവർക്കാണ് സോണിയാഗാന്ധി ഇത്തവണ ഇന്ദിരാ സമാധാന സമ്മാനം കൊടുത്തിരിക്കുന്നത്. ഇന്ത്യ വിരുദ്ധ പ്രവൃത്തികളിൽ ഏർപ്പെട്ട് കശ്മീർ വിഘടനവാദത്തിനെ അനുകൂലിച്ച ഈ സ്ത്രീ, അതായത് കശ്മീർ വിഘടനവാദം ആണോ അവര് ഇന്ത്യയിൽ നടത്തിയ സമാധാന പ്രവർത്തനം? ഇത് ചോദിക്കണ്ടേ സോണിയാഗാന്ധിയോട്? അപ്പൊ സോണിയാഗാന്ധി സോറോസിന്റെ ഒരു അജണ്ട കൃത്യമായിട്ട് നടപ്പാക്കുന്നു. അതാണ്. അപ്പൊ കശ്മീര് NRC, നമ്മുടെ നാഷണൽ രജിസ്റ്റർ, പിന്നെ CAA, ഇതിനെയൊക്കെ ഈ സ്ത്രീ മിഷേൽ ബാക്ലെറ്റ്, ചിലിയുടെ മുൻ പ്രസിഡന്റ്, എതിർത്ത് പോന്നിട്ടുണ്ട്. ന്യൂനപക്ഷാവകാശങ്ങൾ ഇന്ത്യ ധ്വംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവരിതിനെയൊക്കെ എതിർത്തുകൊണ്ടിരുന്നത്. പാകിസ്ഥാന്റെ ആഖ്യാനങ്ങൾ, അതുപോലെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് OAC പറയുന്നത്, പാകിസ്ഥാൻ പറയുന്നത് ഒക്കെ തത്തമ്മേ പൂച്ച എന്ന് ആവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ് ഇവര്, മിഷേൽ ബാക്ലെറ്റ്. ഇവർക്കാണ് ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധി ഡൽഹിയിൽ കൊടുത്തത്. ആ ചടങ്ങിൽ ഈ സ്ത്രീക്ക് ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം കൊടുക്കുന്ന ചടങ്ങിൽ ഒരാളുടെ സാന്നിധ്യം ആളുകൾക്ക് ശ്രദ്ധിച്ചു. ജഗദീഷ് ടൈറ്റ്ലറാണ് 1984 ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം ഡൽഹിയിൽ സിഖ് കൂട്ടക്കൊലയുടെ സൂത്രധാരൻ എന്നുള്ള നിലയ്ക്ക് കോടതി പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ആള്. അപ്പൊ അതും സമാധാന പ്രവർത്തനമായിരുന്നിരിക്കണമല്ലോ. സമാധാന സമ്മാനം കൊടുക്കുന്ന ചടങ്ങിലാണല്ലോ ജഗദീഷ് ടൈറ്റ്ലർ ഉണ്ടായിരുന്നത്. അയാള് നടത്തിയ സിഖ് കൂട്ടക്കൊല സമാധാന പ്രവർത്തനമായിട്ടായിരിക്കും സോണിയാഗാന്ധി നെഹ്റു കുടുംബവും കാണുന്നത്. കാരണം അന്ന് രാജീവ് ഗാന്ധി പറഞ്ഞു, ഓർക്കുന്നില്ലേ, സിഖ് കൂട്ടക്കൊലയെ പറ്റി, വൻമരങ്ങൾ കടപുഴകുമ്പോൾ ഇങ്ങനെ ചിലതുണ്ടാകും. അന്ന് പറഞ്ഞിരുന്നു. NS മാധവന്റെ കഥയില്ലേ, വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന് പറഞ്ഞിട്ട്. അത് ശശികുമാർ സിനിമയുമാക്കി. നമ്മുടെ ബിഷൻ സിംഗ് ബേഡി ഇല്ലേ, ബിഷൻ സിംഗ് ബേഡിയുടെ മകനായിരുന്നു അതിൽ നായകൻ ആ സിനിമയില്. അപ്പോൾ അങ്ങനെ ഈ നവംബർ 19 ഈ ചടങ്ങ് നടന്നു. 2006, 2010, 2014, 2018 ഈ കാലത്തായിരുന്നു ഈ സ്ത്രീ
സമാധാനകാംക്ഷിയായ സ്ത്രീ ചിലിയിലെ പ്രസിഡൻ്റായിരുന്നത്. അപ്പോൾ സോണിയാഗാന്ധി ഈ സമാധാന സമ്മാനം കൊടുത്തുകൊണ്ട് ആ ചടങ്ങിൽ പറഞ്ഞു ഈ സ്ത്രീയെ പറ്റി, മിഷേൽ അടിച്ചമർത്തവരെ നേരിട്ട് കണ്ടിട്ടുണ്ട്, ആദ്യകാല പ്രവാസ ജീവിതത്തിൽ അവർ ഈ ദുരിതങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ രണ്ട് സ്ത്രീകളും, അതായത് മിഷേലും ഇന്ദിരാഗാന്ധിയും, ദുരിതകാലങ്ങളിൽ മനുഷ്യർക്ക് കൂടെ നിന്നവരാണ്. രാജ്യം, ജനത, കുടുംബം എന്നു മാത്രമല്ല അവർ സ്വയവും അടിമത്തത്തിൻ്റെ ഇരകളാണ് എന്നും, കുടുംബവും സ്വയം അടിമത്തത്തിൻ്റെ ഇരകളാണ് എന്ന് ഇവർ പറഞ്ഞു. അപ്പോൾ BJP പറഞ്ഞിട്ടുണ്ട് ഈ ന്യൂനപക്ഷാവകാശം, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന വ്യാജേന ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിച്ചിരുന്ന സ്ത്രീയാണ് മിഷേൽ ബാക്ലെറ്റ് എന്ന് ഈ സമാധാന സമ്മാനത്തിന് BJP വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ മിഷേൽ UN മനുഷ്യാവകാശ സമിതി അധ്യക്ഷയായിരിക്കെ 2018 ഈ മേധാവിയായ ഉടനെ കശ്മീരിൽ ഇന്ത്യ ഇടപെടുന്നതിനെ വിമർശിച്ചിരുന്നു. അവർ പറഞ്ഞു, ലോകത്തിലെ സകലരെയും പോലെ കശ്മീർ ജനതയ്ക്കും അവകാശങ്ങളുണ്ട്, നിയന്ത്രണ രേഖയ്ക്ക് ഇരുവശവും സന്ദർശനത്തിന് അനുവാദം നൽകണം എന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ ജിഹാദികളുടെ കൂടെയാണ് എന്നവർ UN മനുഷ്യാവകാശ സമിതി അധ്യക്ഷ ആയ ഉടനെ വ്യക്തമാക്കി. അന്ന് ഇന്ത്യ പറഞ്ഞു, ഇത് ഇന്ത്യയുടെ പരമാധികാരത്തെ മാനിക്കാത്ത പ്രസ്താവനയാണിത്. ഇന്ത്യയുടെ പരമാധികാരം അതിനെ മാനിച്ചുകൊണ്ട് വേണം പ്രസ്താവനകൾ നടത്താൻ, സുതാര്യമായിട്ട് വേണം കാര്യങ്ങൾ കാണാൻ എന്ന് ഇന്ത്യ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ആ കാലത്ത് 370-ാം വകുപ്പ്, കശ്മീരിൻ്റെ പ്രത്യേക പദവി, ഇന്ത്യ പിൻവലിച്ചപ്പോൾ ഇവർ 2019 ഓഗസ്റ്റ് 5-നാണല്ലോ പിൻവലിച്ചത്. ഇവര് സെപ്റ്റംബർ 9-ാം തീയതി ഈ സ്ത്രീ മിഷേൽ ഈ 42-ാം UN സമ്മേളനത്തിൽ പറഞ്ഞു, കശ്മീരിലെ മനുഷ്യാവകാശങ്ങളിൽ സർക്കാരിൻ്റെ പുതിയ നടപടികളുടെ പ്രത്യാഘാതം കാണാൻ കഴിയും. അവിടുത്തെ കർഫ്യൂ പിൻവലിക്കണം. POKയിലെ പാക് ഇടപെടൽ ഈ സ്ത്രീക്ക് ഒരിക്കലും വിഷയമായിട്ടില്ല. POKയെ പറ്റിയോ പാകിസ്ഥാൻ നടത്തുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളെ പറ്റിയോ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെ പറ്റിയോ ഒന്നും ഇവർ കശ്മീർ പരാമർശിക്കുമ്പോൾ പറഞ്ഞിട്ടില്ല. ഇമ്രാൻഖാൻ ഇവരെ ഇത്തരം കാര്യങ്ങളിൽ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സ്ത്രീയെ. അതുപോലെ അസമിലെ NRC പ്രവർത്തനങ്ങളുണ്ടല്ലോ, അതിനെയും ഈ സ്ത്രീ വിമർശിച്ചിട്ടുണ്ട്. നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൺസ് NRC പ്രവർത്തനങ്ങളെ, അതിൽ ഉത്കണ്ഠ ഈ സ്ത്രീ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 19 ലക്ഷം പേർ അവസാന പട്ടികയിൽ അസമിൽ നിന്ന് ഒഴിവായി എന്നിവർ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വിദേശികളുടെ നുഴഞ്ഞുകയറ്റം, മുസ്ലിങ്ങളുടെ നുഴഞ്ഞുകയറ്റം അസമിൽ അനുവദിക്കണം എന്നാണല്ലോ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവരെ പുറത്താക്കരുത് എന്നെന്ന് അവർ ആവശ്യപ്പെട്ടു. 2019 പുൽവാമ ആക്രമണ ശേഷവും കശ്മീരികളെ ഇന്ത്യ ആക്രമിക്കുകയാണ് എന്നാണ് ഈ സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉര ചെയ്തത് എന്ന് പറയാം. ജനീവയിൽ ഇവർ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ OIC ആ രാജ്യവുമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ടിരുന്നു 2020. അപ്പോഴും കശ്മീർ പ്രശ്നം ഇവരുന്നയിച്ചു. അതുപോലെ FCRA വിദേശ സംഭാവനകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ നമ്മൾ. ആ നിയന്ത്രണം ഏർപ്പെടുത്തിയത് പുനരവലോകനം ചെയ്യണം ഇന്ത്യ എന്ന് സ്ത്രീ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ജിഹാദി ഫണ്ട് ഇസ്ലാമിക ജിഹാദി സംഘടനകൾക്ക് നമ്മൾ അനുവദിച്ചു കൊടുക്കണം. വിദേശ ഫണ്ട് നമ്മുടെ നിരോധനമൊന്നും പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത്. 2018 കോൺഗ്രസ് പിന്നെ ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഇത്തരം ഈ കോൺഗ്രസിനെ പോലെ തന്നെയാണ് ഇവരും ഈ സ്ത്രീയും. ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഈ വിഷയങ്ങളൊന്നും ഇവരെ പരാമർശിക്കാറില്ല. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷാവകാശ ധ്വംസനം അല്ലേ, ഇവരൊരക്ഷരം പറഞ്ഞിട്ടില്ല. പാകിസ്ഥാനിലെ അഹമ്മദിയ ഉൾപ്പെടെയുള്ള ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കൾ, അവിടുത്തെ ന്യൂനപക്ഷ ധ്വംസനം അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ നടത്തിയിട്ടുള്ള അതിക്രമങ്ങൾ
ഈ സ്ത്രീ അതിനെ അപലപിച്ചിട്ടില്ല. ഇന്ത്യയെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ജനാധിപത്യത്തിലെ അചഞ്ചല വിശ്വാസത്തിന് ഈ സോറോസിന് പുരസ്കാരം കൊടുത്തല്ലോ ചിലിയിൽ. അപ്പൊ സോറോസിന് എന്തിനാണ് പുരസ്കാരം കൊടുത്തതെന്നൊരു മംഗളപത്രം വായിക്കുമല്ലോ, അതില് ഈ സ്ത്രീ പറഞ്ഞതാ സോറോസിനെ പറ്റി. ജനാധിപത്യത്തിലെ അചഞ്ചല വിശ്വാസത്തിന് സോറോസിനെ പുരസ്കാരം കൊടുക്കുന്നത്. ചിലിക്ക് പുറത്തെ ഏറ്റവും വലിയ അവാർഡ്, അതായത് ചിലിക്ക് പുറത്തുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണത്. മോദിക്ക് 26 രാജ്യങ്ങൾ കൊടുത്തിട്ടില്ലേ? ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളുടെ പുരസ്കാരം നേടിയിട്ടുള്ള പ്രധാനമന്ത്രിയാണ് അദ്ദേഹം, രാഷ്ട്ര നേതാവാണ്. അതുപോലെയാണ് സോറോസിന് ചിലി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഈ മിഷേൽ ബാക്ലെറ്റ്, ഇത് ജനാധിപത്യത്തിന് ലോകത്തിൽ സംരക്ഷിച്ച ആളാണ് സോറോസ് എന്ന് പറഞ്ഞിട്ടാണ്. പല സ്ഥലത്തും അട്ടിമറി നടത്തിയ ആളാണ്, ഈ സ്റ്റേറ്റിന്റെ ആളാണ്, ഇന്ത്യ വിരുദ്ധനാണ്. ഇന്ത്യയിൽ ജൻസി പ്രക്ഷോഭം നടത്തണമെന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടും പറയിക്കുന്ന ആളാണ് ഈ സോറോസ്. അയാളെ പറ്റിയാണ്, അയാളെ അനുകൂലിക്കുകയും അയാൾക്ക് പുരസ്കാരം കൊടുക്കുകയും ചെയ്ത ആൾക്കാണ്, സ്ത്രീക്കാണ് സോണിയാഗാന്ധി കുടുംബ സമ്മാനം, ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സോറോസിന്റെ അജണ്ടയ്ക്ക് അനുസരിച്ചിട്ട് സോണിയയും ചലിക്കുന്നു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പരസ്യമായി ആണ് ഈ സോറോസിനോടുള്ള വിധേയത്വം സോണിയാഗാന്ധി നെഹ്റു കുടുംബം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ കാണാതിരുന്നുകൂടാ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.